ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഈ കേക്കിന് പേരിട്ടിരിക്കുന്നത് ചോക്കോ കാരമൽ ബദാം കേക്ക് എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഒരു 2 kg അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബദാമിൻ്റെ ആ ഒരു മിക്സാണ്. 1 ടീസ്പൂണോളം ബദാം മിക്സും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതേപോലെ തന്നെ 2 കപ്പ് പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ, പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ ചേർത്ത് നല്ലപോലെ സീവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലപോലെ തന്നെ ഞാനിവിടെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓവനിൽ വെച്ചാണ് കേട്ടോ നമ്മുടെ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 1:1 റേഷ്യോയിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാരമലാണ്. ഞാനിവിടെ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ വേണ്ടിയിട്ട് പ്രളയനൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഞാൻ ബദാമാണ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ നമ്മുടെ ബദാമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ബദാമും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ബട്ടർ തൂകിയ ഒരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തേക്കൊക്കെ നമ്മുടെ കേക്ക് നമുക്ക് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഫില്ലിങ്ങിന് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ചുകൂടെ ബദാമിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ആ ഒരു പ്രളയൻ ഉണ്ടല്ലോ, ബദാമിൻ്റെ പ്രളയൻ നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് പൊടിക്കുന്നതിനേക്കാളും ആ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഇടിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഷുഗർ സിറപ്പായിട്ട് ഞാനിവിടെ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പാല് നല്ലപോലെ തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബദാമിൻ്റെ മിക്സും കൂടെ ചേർത്ത് നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പും കൂടെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അളവിൻ്റെ പകുതിയിൽ എടുത്താൽ മതി. 1 kg കേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് 2 kg അളവിലാണ് ഈ കേക്ക് ഇവിടെ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഐസിംഗ് ഒക്കെ നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ലെയർ കട്ട് ചെയ്ത ലെയർ ഏറ്റവും ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ഒരു മിൽക്ക് നമുക്ക് എല്ലാ ലെയറിലും നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നമ്മുടെ കേക്കിൻ്റെ ലെയറിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ബദാമിൻ്റെ മിക്സ് കുറച്ചുകൂടെ ആ ഒരു ക്രീമിലേക്ക് ആക്കി കൊടുത്തിട്ട് ക്രീം എല്ലാ വശത്തേക്കും ഞാനിവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രീം പൈപ്പിംഗ് ബാഗിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിതാണ് കുറച്ചുകൂടെ സൗകര്യമായിട്ട് തോന്നാറുള്ളത്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും ഓരോ കൈവഴക്കങ്ങളും ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നൈഫ് വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ. കൂട്ടുകാരുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമേ തന്നെ പൊടിച്ചു മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ ഒരു പ്രളയൻ ഉണ്ടല്ലോ ബദാമിൻ്റെ, അതും കൂടെ നല്ല രീതിയിൽ എല്ലാ സൈഡിലും കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ നമ്മുടെ കേക്കിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം. വെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ആ ഒരു സിറപ്പ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി കൂട്ടുകാർക്ക് വെറ്റ് ചെയ്തത് എല്ലായിടത്തും ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരൽ വെച്ചൊന്ന് കേക്കിൻ്റെ ടോപ്പിലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഞാൻ ഓരോ ലെയർ വെക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഞാൻ കേക്കിൻ്റെ എല്ലാ സൈഡും
കവർ ചെയ്ത് കൊടുക്കാറുണ്ട് ക്രീം വെച്ചിട്ട്. കാരണം ഈ ഹൈറ്റൊക്കെയുള്ള കേക്കൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ലെയർ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും അതിൻ്റെ ചുറ്റിലുള്ള ക്രീം ഒന്ന് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത ലെയർ ക്രീം വെക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ ഒരു സൈസും നമ്മൾ വെക്കുന്ന രീതിയും ഒക്കെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബാക്കി നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് ലെയറിലും ഞാനിവിടെ ചോക്കോ ചിപ്സും ചോക്ലേറ്റും നമ്മുടെ പ്രലയനും എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരും ഫില്ലിങ് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. കാരണം ഓരോ ബൈറ്റിലും ആ ഒരു ചോക്ലേറ്റ് ആണെങ്കിലും ആ ഒരു പ്രളയനാണെങ്കിലും അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ആണെങ്കിലും കസ്റ്റമറിന് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണ് എന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഏറ്റവും അടിയിലത്തെ ലെയറാണ് നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗമാണ് ഏറ്റവും ടോപ്പിലായിട്ട് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇത് തീരെ തന്നെയും കരിഞ്ഞിട്ടോ അങ്ങനെ വലിയ കളർ ചേഞ്ചോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അല്പം പോലും കട്ട് ചെയ്ത് മാറ്റാതെ തന്നെ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതും അങ്ങനെ ക്രീം നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് നമ്മുടെ കേക്കിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കൂട്ടുകാർക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ തൽക്കാലം ഇത് ക്രം കോട്ടൊന്നും ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. എനിക്കിത് ഒരു എമർജൻസി ഓർഡർ തന്നെ ആയിരുന്നു. സോ അതുകൊണ്ട് എൻ്റെ റിലേറ്റീവിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പുതിയ കേക്ക് അവർക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വേഗം ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ക്രം കോട്ടൊന്നും ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ബാലൻസ് വന്ന ചോക്ലേറ്റ് ഗനാഷ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാർ കേക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഗനാഷ് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഉറപ്പായിട്ടും അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കേക്കിൻ്റെ ടോപ്പിലും കൂടെ വരാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ കേക്കിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പം ഇതൊരു മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു എന്താ പറയുക ഒരു ഗേളിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഞാനിവിടെ കേക്കിന് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ബാർബിയുടെ ഈ ഒരു കട്ടിങ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിനെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കേക്കിൽ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്കേർട്ടിൻ്റെ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ ആ ഒരു കളറിനനുസരിച്ചാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു കളറ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ഈ കേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. ആ മോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2-3 റോസസും വെച്ച് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മുടെ ബട്ടർഫ്ലൈസുമാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ബട്ടർഫ്ലൈസ് ഇതേപോലെ സെറ്റായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 40-50 റുപ്പീസിനകത്തേ ആകുന്നുള്ളൂ ഈ ഒരു ബട്ടർഫ്ലൈയുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതും കൂടെ കേക്കിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രീൻ കളർ ഷുഗർ ബോൾസും കൂടെ കേക്കിൻ്റെ ചുറ്റിൽ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കേക്കിൻ്റെ ഡിസൈനായിരുന്നു കേട്ടോ ഇത്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളെല്ലാ കേക്കിലും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് ഞാൻ നെയിമും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ കാരമൽ ബദാം കേക്കാണിത്. ഉറപ്പായിട്ട് കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് 1 kg 900-നാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. സേഫായിട്ടിരിക്കുക.